മുദ്രാവാക്യം അവസാനിപ്പിക്കുക. നമുക്ക് നമ്മുടെ UDF-ന്റെ പ്രമുഖരായ നേതാക്കളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മാണി സാർ നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇതാ പ്രസംഗം ആരംഭിക്കും. നിങ്ങൾക്കെല്ലാം നിശീമമായ എന്റെ കടപ്പാട് നിങ്ങളെ അറിയിക്കട്ടെ. നിങ്ങൾക്കെല്ലാം ഹൃദയംഗമമായ നന്ദി ഞാൻ പറയുന്നു. നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെയേറെ അഭ്യൂഹങ്ങൾ ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി, വളരെയേറെ പ്രചരണങ്ങൾ നടക്കുകയുണ്ടായി. എല്ലാ കണക്കുകൂട്ടലുകളെയും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പാലായിലെ ജനങ്ങൾ വീണ്ടും എന്നെ 12ാമത് തവണ വിജയിപ്പിച്ചു എന്നുള്ളതില് ഞാൻ വളരെയേറെ കൃതാർത്ഥനാണ്. എന്നോട് പലരും ചോദിച്ചു, ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തെക്കാൾ 1000 കുറഞ്ഞല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ടായിരുന്നു എന്റെ ഭൂരിപക്ഷം. ഇത്തവണ 5000-ൽ പരം വോട്ടിൽ എന്നെ ജയിപ്പിച്ചു. ഭൂരിപക്ഷം കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 ഉത്തരം നൽകിയുണ്ടായി. 5000 വോട്ട് എന്ന് പറയുന്നത് നല്ല ഭൂരിപക്ഷമാണ്. 5000-ൽ പരം വോട്ടിൽ എന്നെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ഭൂരിപക്ഷമാണ്. അത് ചെറിയൊരു ഭൂരിപക്ഷമല്ല. ഞാൻ ഓർക്കുകയാ, എന്റെ ജീവിതയാത്ര ഞാൻ ഓർമ്മിക്കുക. 50 വർഷത്തെ എന്റെ രാഷ്ട്രീയ ജീവിതയാത്ര ഞാൻ ആരംഭിച്ചത് 1965-ൽ നിന്ന്. ഞാൻ ഉയരങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട്, താഴോട്ട് പോന്നിട്ടുണ്ട്, വീണ്ടും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഏത് കയറ്റത്തിലും ഏതിറക്കത്തിലും പാലാക്കാർ എന്നെ താങ്ങി നിർത്തി എന്നെനിക്കറിയാം. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിൽ എന്നെ വിജയിപ്പിച്ചു. വീണ്ടും ഞാൻ 3000-ലേക്ക് താഴോട്ട് വന്നു. 3000 കഴിഞ്ഞ് ഞാൻ 6000-ൽ കയറി, പിന്നീട് 17,000-ൽ കയറി. പിന്നെ ഞാൻ കാണുന്നത് 364 വോട്ടിന് ഞാൻ വിജയിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് 23,000 വോട്ടിന് ഞാൻ വിജയിച്ചിട്ടുണ്ട്. 23,000 കഴിഞ്ഞു, 14,000 കഴിഞ്ഞു, 16,000-ആയി. ഈ നിലയെ കയറിയും ഇറങ്ങിയും 364 മുതൽ 23,000 വരെ കയറിയും ഇറങ്ങിയും ഒക്കെ എന്നെ വിജയിപ്പിച്ച പാലക്കാർ ഒരു കാലഘട്ടത്തിലും എന്നെ കൈവിട്ടിട്ടില്ല. ഏത് പ്രതിസന്ധിയിലും ഏത് പരീക്ഷണങ്ങളിലും ഏത് അഗ്നിപരീക്ഷണങ്ങളിലും ഏത് കാലഘട്ടത്തിലും പാലക്കാർ എന്നോട് കൂടി നിൽക്കുകയും എന്നെ വിജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിലാണ് ഞാൻ അതിന്റെ വിജയം കാണുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ തവണ 5000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ ആരോ പറഞ്ഞതുപോലെ, എന്റെ സ്നേഹിതൻ PC ജോർജ് വന്ന് പറഞ്ഞതുപോലെ, ലോക റെക്കോർഡാണിത്. ഇത് കേരള റെക്കോർഡല്ല, ഇത് ഇന്ത്യൻ റെക്കോർഡല്ല. ലോക റെക്കോർഡ് സ്ഥാപിക്കുവാൻ എന്നെ സഹായിച്ചത് പാലക്കാരാണ്. അതെന്റെ റെക്കോർഡല്ല, പാലായുടെ റെക്കോർഡാ. പാലായുടെ ലോക റെക്കോർഡാണത്. ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്ന് 12 തെരഞ്ഞെടുപ്പുകളിൽ 46-ൽ പരം വർഷങ്ങളിൽ ദൈവം സഹായിക്കുകയാണെങ്കിൽ 50 വർഷം, അരനൂറ്റാണ്ട് കാലം ഒരേ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത് പാലായിലെ തലമുറകളാണ്. നിങ്ങളുടെ പിതാമഹന്മാരും നിങ്ങളുടെ പിതാക്കന്മാരുമാ. നിങ്ങളുടെ മരിച്ചുപോയ പിതാമഹന്മാർ എനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് എന്നെ തോളിലെത്തി നടന്നത് ഞാൻ ഓർക്കുകയാ. നിങ്ങളുടെ മരിച്ചുപോയ പിതാക്കന്മാർ എനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് എന്നെ ചുമന്നുകൊണ്ട് നടന്നത് ഞാൻ ഓർക്കുകയാ. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ 10,000-കണക്കിന് ആളുകൾ, ഇന്ന് എന്റെ മുമ്പിലുള്ള 1000-കണക്കിന് ആളുകൾ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ, നിങ്ങളുടെ വിയർപ്പിന്റെ, നിങ്ങളുടെ ആത്മാർത്ഥതയുടെ ഫലമാണ് ഞാൻ ഇന്ന് കേരള നിയമസഭയിൽ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ കൃതാർത്ഥന. അതുകൊണ്ട് മാണിക്ക് 1000 വോട്ട് കുറഞ്ഞു പോയി. സന്തോഷിക്കുന്നവര് സന്തോഷിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ കാണുന്നത് 12ാമത് തവണയും പാലക്കാർ എന്നെ വിജയിപ്പിച്ച നിയമസഭയിലേക്ക് അയച്ചു. അതിനേക്കാൾ അത്ഭുതം വേറൊന്നും
എന്താ അത്ഭുതം? ആളുകളിൽ കുറെ പേരെങ്കിലും കണ്ണുനീർ വാർത്തകയുണ്ടായി. 8 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് ഇന്ത്യയിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വാരിക്കോരി സൗജന്യങ്ങൾ കൊടുത്തതിനു ശേഷം എല്ലാ ജനവിഭാഗങ്ങളെയും സംരക്ഷിച്ചതിനു ശേഷം 166 കോടി രൂപയുടെ മിച്ചം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന ട്രഷറി സ്വരൂപിച്ച എനിക്ക് പ്രതിച്ഛായയുടെ പേരിൽ ധനകാര്യ വകുപ്പ് 986 വിടേണ്ടതായി വരുന്നുകൂടുകയുണ്ടായി. അത് ചരിത്രത്തിന്റെ ഒരു സംഭവമാണ്, ചരിത്രത്തിന് ഒരു വഴിത്തിരിവായിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ ധനകാര്യ വകുപ്പ് തന്നെ വീണ്ടും എന്നെ ആ വകുപ്പിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. 25 വർഷത്തിന് ശേഷം തിരിച്ച് ഞാൻ ആ പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുക. ആ സന്തോഷത്തിനിടയിൽ ഒരു രജതരേഖയുമുണ്ട്, ഒരു വലിയ ഒരു സങ്കടത്തിന്റെ കാര്യവുമുണ്ട്. ഞാനൊരു കാര്യം പറയുകയുണ്ടായി. കേരളത്തിലെ ആർക്ക് നിഷേധിക്കാൻ കഴിയും? എന്റെ കഴിഞ്ഞ 46 വർഷക്കാലത്തെ ജനസേവനത്തിന്റെ ഫലമായി പാലായിലെ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ വൈദ്യുതി ഉണ്ട്, വെള്ളമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, പൊതുസ്ഥാപനങ്ങളുണ്ട്. ഏത് റോഡുകളിലും ഗ്രാമങ്ങളിലും റോഡുകളുണ്ട്, താരട്ട റോഡുകളുണ്ട്. ഏത് വീടുകളിലേക്കും കാറിൽ പോകാം. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തെ കാലത്ത് ആരും ഈ ഗവൺമെന്റ് പ്രതികാരം ചെയ്തുകൊണ്ട് ആ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാണ്. അത് വേറൊരു കാര്യം, എനിക്കതിന് ഉത്തരവാദിത്തമില്ല. എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലേക്കും കാറിൽ ചെല്ലാവുന്ന ഏക നിയോജക മണ്ഡലം കേരളത്തിലത് പാലാ മാത്രമാണ്. ആ നിലയിലേക്ക് കേരളത്തിലെ നമ്പർ 1 നിയോജക മണ്ഡലമായി പാലായെ ഉയർത്തിയെങ്കിലും ആകെ പ്രതിപക്ഷം മുതലെടുക്കുന്ന, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത് കഴിഞ്ഞ 2 വർഷമായി പാലായിലുള്ള കുരുക്ക, വാഹന ഗതാഗത കുരുക്ക. ഞാൻ എന്നാ ചെയ്യുന്നത്? നമുക്കൊരു പൊതു ചർച്ചയാ, ഒരു 5 മിനിറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതെന്താ ഉണ്ടായത്? നമ്മുടെ ആരുടെയും കുഴപ്പമാണോ? നമ്മുടെ ആരുടെയും കുഴപ്പമില്ലല്ലോ. ഈ പാലാ പട്ടണം ഇങ്ങനെ കിടക്കുകയാ, അപ്പുറത്ത് നദിയാ, നെടുനീളയാ നദി. ഇങ്ങനെ ഒരു വേറെ പട്ടണം ഉണ്ടോ? നെടുനീള കിടക്കുന്ന നദിയുടെ തീരത്ത് നെടുനീള ഒരു ടൗൺ ഉണ്ടോ? അതിനപ്പുറത്തൊരു കുന്ന, കോട്ടക്കുന്ന്. പാലായിലോ കേരളത്തിലോ ഇങ്ങനെ ഒരു പട്ടണമുണ്ടോ? വലതുവശത്തൊരു കോട്ടക്കുന്ന്, ഇടതുവശത്തൊരു ഒരു ആറിനിടയിൽ ഞെക്കി ഞെരുക്കി കഴിയുന്ന ഒരു ടൗൺ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്തമായ പാലായെ സംബന്ധിച്ചിടത്തോളം കൂനിന്മേൽ കുരു വന്നത് വാഹനങ്ങൾ പെരുകി. കുഴപ്പമുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മുമ്പൊക്കെ പാലായിലൊക്കെ ഒരു കാറേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടനാപ്പള്ളിക്കാർക്ക് ഒരു കാറുണ്ട്. പണ്ട് ഞാനിവിടെ വരുമ്പോൾ കയ്യാലിക്കകത്തൊരു കാറുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഈ കാറ് കാണാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കും. കുട്ടനാപ്പള്ളി കയ്യാലിക്കകത്ത് തോമാച്ചന്റെ കാറ്, നല്ല കാറ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നോക്കി നിൽക്കും. കുട്ടനാപ്പള്ളി തോമാച്ചന്റെ കാറ് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കും. നമുക്കൊന്നും ആർക്കും കാറുകളില്ലായിരുന്നു. പക്ഷേ ജീവിതം പുരോഗമിച്ചു, നാട് പുരോഗമിച്ചു, കൃഷിക്കാർ പുരോഗമിച്ചു, ജനജീവിത രീതി മാറി. ഇന്ന് മിക്കവാറും വീടുകളിലൊക്കെ, എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, മിക്കവാറും ഒരുമാതിരി സൗകര്യമുള്ള വീടുകളിലൊക്കെ 1ഉം 2ഉം കാറുകളായി. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കാറ്, ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ കാറ്, ഭർത്താവിന് ജോലിക്ക് പോകാൻ കാറ്, 3 കാറെങ്കിലും മിക്കവാറും. എല്ലായിടത്തോടൊന്നും ഞാൻ പറയുന്നില്ല. കാറുകൾ പെരുകി, വാഹനങ്ങൾ പെരുകി, റോഡിന്റെ വീതി അതേ രീതിയിലാണ്. ഏറ്റുമാനൂര് ട്രാഫിക് ജാമില്ലേ? മാർക്സിസ്റ്റ് പാർട്ടി ഉത്തരം പറയണം. കോട്ടയത്ത് ജാമില്ലേ? തിരുവല്ലയിൽ ജാമില്ലേ? ചെങ്ങന്നൂര് ജാമില്ലേ? കൊട്ടാരക്കരയിൽ ജാമില്ലേ? തിരുവനന്തപുരത്ത് ജാമില്ലേ? വൈറ്റിരിയിൽ ജാമില്ലേ? എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോട്ടും കേരളമൊട്ടാകെ ജാമില്ലേ? അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കിടക്കുക, മണിക്കൂറുകൾ കിടക്കുക. പാലായിലെ ടൗൺ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കിടന്നാൽ KM മാണി എവിടെ? ഇവിടെ നിന്ന് പ്രസംഗിച്ച ഇടതുപക്ഷ നേതാക്കളുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് അരിശുദ്ധം തോന്നിയില്ല. അതിന് പരിഹാരം കാണേണ്ടത് ജനപ്രതിനിധിയായ എന്റെ കൂടെ കടമയല്ലേ? ഞാൻ ആ കടമ ഏറ്റെടുക്കുകയാ. എനിക്ക് തോന്നുന്നു ശുദ്ധാത്മാക്കളായ കുറെ ആളുകളെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിലും കുറെ വോട്ട് എനിക്കെതിരായിട്ട് പോയെന്നാ എനിക്ക് തോന്നുന്നു. അതൊന്ന്
സ്നേഹക്കുറവല്ല. ഞാൻ ഒരിക്കലും ഒരാളോട് വിരോധിക്കുന്ന ആളല്ല. എനിക്കെതിരായിട്ട് വോട്ട് ചെയ്താലും അവരെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇതൊക്കെ അങ്ങനെയാ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ റോഡിന്റെ കാര്യത്തിലൊക്കെ കുറെ വോട്ടൊക്കെ പോയതാ എനിക്ക് തോന്നുന്നത്. പക്ഷെ വോട്ടിന്റെ പേരിലല്ല, വോട്ടിന്റെ പേരിലല്ല, ഇതൊരു അത്യാവശ്യമാണ്. ഇത് ഞാൻ മനസ്സിൽ കണ്ടത് കൊണ്ടാണ് റിവർ വ്യൂ റോഡ് നന്നാവുകയാ, ആറ്റിൽ നിന്നും കെട്ടിക്കേറുകയാ. തദേവൂസ് പള്ളിക്കൽ നിന്ന് ടെൻഡർ കൊടുത്തു. ജോസ് കെ മാണി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജോസ് കെ മാണിയോട് പറഞ്ഞു, എടാ ഇവിടെ ഡോക്ടർ ഐസക്, ഈ ഡോക്ടർ ഐസക്കിനെ കൂടി നമുക്ക് രൂപ കിട്ടിയല്ല, നീ എവിടെയാ കാണിച്ചത് കുറെ രൂപ ഉണ്ടായിക്കൊണ്ട് അവന് ഏതായാലും അവൻ പോയി ഡൽഹിയിൽ പോയി CRF എന്ന് പറഞ്ഞ് തദേവൂസിന്റെ അവിടെ നിന്ന് റോഡ് വന്ന് സിവിൽ സ്റ്റേഷന്റെ ഇവിടെ പാലം തീർത്ത് അത് നേരെ രാമപുരം കൂത്താട്ടുകുളത്തേക്ക് 15 കോടി വേറെ റോഡ് പാലായി എന്ന് നമ്മുടെ നെല്ലിയാരി കൂടി പേണ്ടാരം വയൽ കൂടി ഉഴവൂര് കൂടി വനവൂര് കുടക്കച്ചറ ഉഴവൂര് കൂടി 13 കോടി 28 കോടി രൂപ എന്നെ ഈ ജോസ് കെ മാണി അവൻ സമ്പാദിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മേടിച്ചോട്ടോ. പക്ഷെ ഇനിയും പുള്ളി ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു സഹായമായി. ഒരു കാര്യം ഞാൻ പറയുന്നു, ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. ഈ 2 റോഡും ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. റിവർ വ്യൂ റോഡ് ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. കുരിശുപള്ളി കവലയിൽ കെട്ടിടം പൊളിക്കാൻ പോവുകയാ റിവർ വ്യൂ റോഡിലേക്ക്. സിവിൽ സ്റ്റേഷന്റെ അവിടെ നിന്ന് മുണ്ടുപാലത്തേക്ക് റോഡ് വീതി കൂട്ടാൻ പോവുകയാ. കൊട്ടാരമറ്റത്ത് നിന്ന് അവിടെ നിന്ന് വീതി കൂട്ടാൻ പോവുകയാ. കോട്ട വഴി വീതി കൂട്ടാൻ പോവുകയാ. 1 വർഷം 2 വർഷത്തിനകം ഇന്നത്തെ പാലയല്ല, 1 വർഷത്തിനകം പാല എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഞാന് മാറി വന്നിരിക്കുന്ന സാഹചര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. മാറി വന്ന സാഹചര്യം, മാറി വന്ന വികസന ആവശ്യം, ഇതിന് ഉത്തരം കൊടുക്കേണ്ട ചുമതല എന്റെയും കൂടിയാ. ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സ്നേഹിതരെ, പാലായിൽ വികസനം നടക്കാഞ്ഞിട്ടല്ല, പാലായിൽ വികസനമുണ്ട്. പക്ഷെ നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഈ കഴിഞ്ഞ 1 വർഷത്തിനകം ഉണ്ടായ ഒരു വാഹനക്കുരുക്കിന്റെ ഫലമായി നമുക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് പെട്ടെന്ന് കഴിയാത്തത് ഡോക്ടർ ഐസക് അച്യുതാനന്ദനും പിണറായി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷേ ഇനി നമുക്ക് കുറെയൊക്കെ ചെയ്യാം. പക്ഷെ അതിനൊക്കെ ടെൻഡർ കൊടുത്ത് പണിയൊക്കെ നടക്കണം. ലാൻഡ് അക്വിസിഷൻ, ഒരു ലാൻഡ് അക്വിസിഷൻ നടപടികൾ വേണമെങ്കിൽ 4-1 നോട്ടിഫിക്കേഷൻ, 6-1 നോട്ടിഫിക്കേഷൻ, അത് കഴിഞ്ഞ് ഈ ഭൂമി എടുത്ത് ഒക്കെ നടപടിക്രമങ്ങൾ വരുമ്പോൾ കുറച്ച് നീളും. എന്തായാലും നമ്മൾ നടപടി ആരംഭിച്ചിരിക്കുന്നു. PC ജോർജ് ഒരു കാര്യം ഇവിടെ പറയുകയുണ്ടായി. മീനച്ചിൽ റബ്ബർവാദി പദ്ധതി ഇന്നലെ മന്ത്രിസഭ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉമ്മൻചാണ്ടിയുമായി ഞാൻ ഡിസ്കസ് ചെയ്തു. ഉമ്മൻചാണ്ടിയോട് ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി അത് സമ്മതിച്ചു. ഉമ്മൻചാണ്ടിയുടെയും എന്റെയും ചുമതല കോട്ടയം ജില്ലയിലെ മീനച്ചിൽ നദീതട പദ്ധതി വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അത് നൃത്തപ്പണി ചെയ്തു പോയി. ഭാഗ്യവശാൽ PJ ജോസഫിന്റെ കൈകളിലേക്ക് ഇറിഗേഷനും വാട്ടർ സപ്ലൈയും വകുപ്പ് ഇതിലെ എന്നും പോകുന്ന PJ ജോസഫിന്റെ കയ്യിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയും KM മാണിയും PJ ജോസഫും ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ചുകൊണ്ട്, മീനച്ചിൽ PC ജോർജും ഒരുമിച്ച് ആലോചിച്ചുകൊണ്ട്